ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഈ ഓർഗാനിക് ബയോബിൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോയുമായിട്ട് വരുന്നത്. എനിക്കിന്ന് കിട്ടിയതാണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്കിതേപ്പറ്റി കൂടുതൽ അറിയത്തില്ല, എന്നാലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യും, എങ്ങനെ യൂസ് ചെയ്യുമെന്നാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇത് ഒന്ന് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 3 ബിന്നാണ്. ഈ 3 ബിന്നും ഓരോന്നും എടുത്തു മാറ്റി നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇത് കണ്ട, ഇതിൻ്റെ തട്ടിൻ്റെ മേളിൽ ഇത് കണ്ട, ഇത് രണ്ടാമത്തെ, ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ്. ഇതിനകത്തൊരു അരിപ്പ് പോലെ സാധനമുണ്ട്. ഇതിൻ്റെ അകത്ത് വെക്കുക. ഇതിനൊരു പിടിയുണ്ട്. ഈ പിടി മേളിലാത്തക്കോൽ വേണം നമ്മൾ വെക്കാൻ. ഇത് വെച്ചു. അതിൻ്റെ മണ്ടയ്ക്ക് ഈ വലിയത് വെച്ചു. അടുത്തത് ഇനി നമുക്ക് ഇതുപോലൊരു സാധനമുണ്ട്, മൂടി. ഇതുകൊണ്ട് മൂടണം. പിന്നെ 3 മൂടിയും ഇതുപോലെ തന്നെ 3 വെക്കണം. ഏറ്റവും മുകളിലത്തെ അടപ്പാണ്. ഇതുകൊണ്ട് മൂടുക. ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ജൈവ മാലിന്യങ്ങളൊക്കെ സംസ്കരിച്ച് ജൈവ വളമാക്കി നമുക്ക് ഹോം കമ്പോസ്റ്റർ ആക്കുന്നതാണ് ഇത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്താക്കി നമുക്ക് ചെടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക പോലുള്ള വളമാക്കാനായിട്ട് പറ്റും. ഇനി അത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഡീകോഫറേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചകിരിച്ചോറ് പോലാണ് ഇതിരിക്കുന്നത്. അത് നമ്മളിനി എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഡീകോഫറേഷൻ അത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ചകിരിച്ചോറ് പോലെ തന്നെ ഇരിക്കും. ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ ഈ തട്ട് എടുക്കണം. മൂടി മാത്രം അവിടെ വെക്കുക. മൂടിക്കകത്ത് ഞാൻ ഇച്ചിരി ചരിച്ചോറ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു 2 പിടി ചകിരിച്ചോറ് ഇതിൻ്റെ ഈ മൂടിക്കകത്ത് ഇടണം. മൂടിക്കകത്ത് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്ന് തങ്ങി നിൽക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ മൂടിക്കകത്ത് ഇതിടുന്നത്. നമ്മളിത് മൊത്തമായിട്ട് ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഈ മൂടി എടുത്തും വെച്ച് അകത്തൊരു അരിപ്പ് പോലെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തെ തട്ടിൻ്റെ അകത്ത്, ആ തട്ടിൻ്റെ അകത്തും 2 പിടി ഇതിടണം. ഇട്ടിട്ട് നല്ലതായിട്ട് ഇത് നിരത്തിയിടണം. ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അത് നല്ലതായിട്ട് നിരത്തിയിടണം. അകത്താണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടാനായിട്ട് തുടങ്ങുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫുഡ് വേസ്റ്റിൻ്റെ അകത്ത് ഒട്ടും വെള്ളം കാണരുത്. അതായത് പച്ചയായിട്ടുള്ള ഇറച്ചിയോ മീനോ അങ്ങനത്തെ പച്ചയായിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടരുത്. പ്ലാസ്റ്റിക്, നമ്മുടെ പാൻ്റെ അങ്ങനത്തെ പേപ്പർ ഇങ്ങനത്തെ ഒന്നും ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട് പറ്റത്തില്ല. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് വേണം ഇനി നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ ഇടാനായിട്ട് തുടങ്ങാൻ. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് നല്ലതായിട്ട് നിരത്തിയിടണം. നിരത്തിയിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ പിന്നെയും ഫുഡ് വേസ്റ്റ് ഇടാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കും ഈ ചരിച്ചോറ് പോലത്തെ അത് ഇതിൻ്റെ മണ്ടയ്ക്കിടണം. മണ്ടയ്ക്ക് വേണം അടുത്ത ദിവസത്തെ വേസ്റ്റ് നമുക്ക് ഇടാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം വന്നെങ്കിൽ അതെല്ലാം തുടച്ച് കളയണം. എന്നിട്ട് ഈ ബിൻ മൊത്തം നിറഞ്ഞു കഴിയുന്ന തന്നെ ഇതെടുത്ത് താഴെ ഫിറ്റ് ചെയ്ത് വെച്ച് അടുത്ത ബിന്നിൻ്റെ അകത്തോട്ട് വേണം നമ്മൾ അടുത്ത വേസ്റ്റ് ഇതുപോലെ തന്നെ ആ തട്ടിലിട്ട് വേണം നമ്മൾ അടുത്ത ബിന്നും നിറയ്ക്കാൻ. അങ്ങനെ ആ വളം ഞാൻ കണ്ടിട്ട്, അതിനകത്ത് കിട്ടുന്ന വളം ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നല്ല പുട്ടുപൊടി പോലെ ഇരിക്കും. അത് നമുക്ക് ചെടിക്കും പച്ചക്കറിക്കും എല്ലാത്തിനും ഇടാനായിട്ട് പറ്റും. പുഴുവൊന്നും വരത്തില്ല, വേസ്റ്റ് വെള്ളമൊന്നും ഇതിൻ്റെ അകത്ത് വരത്തില്ല, ഒരു ദുർഗന്ധവും വരത്തില്ല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് അടയ്ക്കണം കേട്ടോ. നല്ലതായിട്ട് ഭദ്രമായിട്ട് അടച്ച് വെക്കണമേ. തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമാതിരി അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക. കൂടുതൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഇതെല്ലാം ഇടുക. ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നവർക്കും ഒക്കെ ഇത് പ്രയോജനപ്പെടും. ഈ വീഡിയോ കാണുന്നവർക്ക് അത്രയും ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോയുമായിട്ട് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.